Hi friends, welcome back to my channel. ഇന്ന് ഞാനൊരു ഹെൽത്തി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കുന്നുണ്ട്. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല ക്രീമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ഇട്ട് കൊടുക്കാം. ഇനി ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. മുഴുവനായി ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 25 to 30 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ക്രീം തയ്യാറാക്കാം. അതിനു വേണ്ടി 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിനെ 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ മാരേജിനും ഹെൽത്തി ഫങ്ഷൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. മൂന്ന് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് അതിൽ കുറച്ച് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഷുഗർ സിറപ്പ് വെറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയത്. ക്രീം ലെവലാക്കിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം.
ഷുഗർ സിറപ്പിലും കുറച്ച് വനില എസൻസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കളർ ചേഞ്ച് വന്നത്. കേക്ക് വെറ്റിയതിന് ശേഷം നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേർഡ് ലെയറും കൂടി വെച്ച് കൊടുക്കാം. നേരത്തെ 2 ലെയർ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ക്രീം ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നല്ല സെറ്റായിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് ഗണാശ തയ്യാറാക്കിയിട്ടുണ്ട്. അതിലേക്ക് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൈഗറിൻ്റെ ജെൽ കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വൈറ്റ് ചോക്ലേറ്റും വിപ്പിംഗ് ക്രീമും ബട്ടറും ചേർത്തിട്ടാണ് ഞാൻ ഗണാശ ഉണ്ടാക്കിയത്. കളർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഗണാശ ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം. കേക്കിൻ്റെ എല്ലാ സൈഡിലും ഗണാശ എത്തുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം. എനിക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രഷ് ഫ്ലവർ എടുത്തിട്ടാണ് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.